രാവിലെ എന്തുണ്ട് കഴിക്കാൻ? എന്തുണ്ട്? ദോശയും ചമ്മന്തി പുട്ടും കടലയൊക്കെ ഉണ്ട്. പുട്ടും കടലയും ദോശയും ചമ്മന്തി അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, ദോശ പറയണം, പുട്ടും കടല എടുക്കും കേട്ടോ. ഇച്ചിരി പുട്ട് നല്ല കട്ടിയാണ് കൊടുത്താൽ ഇച്ചിരി വെള്ളം കൂടെ തരണേ. ചൂടുവെള്ളം തരാം പെട്ടെന്ന്. മോനാ സാറിന് പുട്ടും കടല എടുക്കേട്ടോ. പെട്ടെന്ന് വേണം എനിക്ക് അറ്റൻഡൻസ്. സാറ് 10:00 ഓഫീസിൽ 10:00 ഓഫീസിൽ കേട്ടോ. അത് പെട്ടെന്ന് തന്നെ. എന്താ ചെയ്യാ, പെണ്ണുമ്പിള്ള പ്രൊമോഷനായി പോയതിന് ക്യാബിനായി തരണം. എടാ 4 കട്ടനല്ല, 2 കട്ടൻ 2 കോഫി. 2 കട്ടനും 2 കോഫി ചായ. ഇലക്ഷനൊക്കെ എവിടം വരെ? അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങളുടെ സെക്ഷനിലെ ഇലക്ഷനിലൊക്കെ സെക്ഷനിൽ ഞാനും സുമേഷും മാത്രമല്ല ആണുങ്ങളായിട്ടുണ്ട്. ഞങ്ങൾ പെടാപ്പാട് പോകും. ബാക്കിയുള്ളവരെല്ലാം സ്ത്രീകളായതുകൊണ്ട് അവർ രാവിലെ 10 മണിക്ക് വരും, വൈകുന്നേരം 5 മണിക്ക് പോകും. അത് തന്നെയാണ് ഞങ്ങളുടെ സെക്ഷനിലെ സ്ഥിതി. ഞങ്ങൾ 3 ആണുങ്ങളെ ഉള്ളൂ. ഈ 3 ആണുങ്ങളെ വെച്ച് എന്ത് ഇലക്ഷൻ നടത്താൻ? ഇപ്പം എങ്ങനെ സർവീസ് മുഴുവൻ സ്ത്രീകളില്ലേ? അവരെ ഇലക്ഷൻ നടത്തുമ്പോൾ ഇത് നമ്മളായിട്ട് ഒഴിക്കാനായിട്ട് അതൊക്കെ നിയമവിദ്യാഭ്യാസർക്ക് കാര്യം നടന്നാൽ മതി. അവർ അതിനുള്ള വഴി നോക്കും. നമ്മൾ കിടന്ന് രാവും പോലെ കിടന്ന് കഷ്ടപ്പെടും, അല്ലാതെ. പക്ഷേ വളരെ ഇവരോടൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച ഒരു 5-8 പെൺപിള്ളേർ ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു ഒറ്റ ആളെ കളക്ടറേറ്റ് വെച്ചിട്ടില്ല. ഇവരൊക്കെ എവിടെ പോയി? അത് നീയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ഇവരെയൊന്നും ഇവിടെ നിർത്താറ്. അവരൊക്കെ അന്നേരം അല്ല, ഇവനിത് മാത്രമുള്ള ചിന്ത. അവരെ വല്ല താലൂക്ക് ഓഫീസിലോ സബ് ഓഫീസിലോ വെച്ചിട്ട് അനുഭവിക്കും. എന്നിട്ട് ഇവിടെ ഉള്ള പിള്ളേരെ നല്ല പിള്ളേരില്ല, നല്ല പിള്ളേരില്ല എന്ന് കരച്ചിലും നല്ല പിള്ളേരെ നോക്കി സബ് ഓഫീസിലേക്ക് വെക്കില്ല. അങ്ങനെ സംസാരിക്കരുത്. ഇവിടെ ഇവിടെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പെണ്ണുകൾ, നമ്മുടെ സ്ത്രീകൾ, സഹപ്രവർത്തകരുണ്ട്. അവരെ നോക്കും. ഇത്രയും ഭംഗിയുള്ള ഏതെങ്കിലും പെണ്ണുകൾ നമ്മുടെ മറ്റുള്ള സംഗതി ആലപ്പുഴ ജില്ലയിൽ ഏതെങ്കിലും ഓഫീസിലുണ്ട്. നമ്മൾ പറഞ്ഞതൊന്നുമല്ല. നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ സ്ത്രീകളുടെ ആധിക്യമാണ്. നമ്മളപ്പോൾ സബ് ഓഫീസിൽ നിന്ന് കുറച്ച് ആണുങ്ങളെ ഇലക്ഷൻ പ്രമാണിച്ചെടുക്കാനായിട്ട് ADM-നോട് പറഞ്ഞു. നമ്മുടെ സൂപ്പറായിട്ട് രാഘവൻ സാർ വരുന്നില്ല. നമസ്കാരം. ഏതോ ഒരു സാറ് വന്നപ്പോൾ നല്ലൊരു സമയത്താണ് സാറ് വന്നത്. ഇവിടെ എല്ലാവരും ഒരു പരാതിയിലാണ്. ഇവിടെ നമുക്ക് സ്ത്രീ ജീവനക്കാർ കൂടുതൽ, ഇലക്ഷൻ വന്നത് ആണുങ്ങൾക്ക് വർക്ക് കൂടുതൽ, ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്താണ് സാറിൻ്റെ ഒരു ഉപദേശം? എന്താണ് ഇവരുടെ പരാതി? സ്ത്രീ ജീവനക്കാർ പണിയെടുക്കുന്നില്ലെന്നാണോ അതോ ആണുങ്ങളുടെ അപ്പുറം പണിയെടുക്കുന്നില്ലെന്നാണോ? അതൊന്നല്ല സാറേ ഞങ്ങൾ പറഞ്ഞത്. ഇപ്പം നമ്മുടെ സർവീസിൽ പ്രത്യേകിച്ച് കളക്ടറേറ്റിൽ നമ്മുടെ സ്ത്രീ ജീവനക്കാർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇലക്ഷൻ പോലെ ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോലെ ഇലക്ഷൻ പോലെയുള്ള പരിപാടികൾ ഞങ്ങൾ ആണുങ്ങൾക്ക് ഭയങ്കര ജോലിഭാരം കൊടുക്കും. അതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർ ജോലി ചെയ്യുന്നില്ലെന്നൊന്നും അല്ല. അവർ 10 മണിക്ക് വരും, 5 മണിക്ക് പോകും. അതാണ് പറഞ്ഞത്. എങ്കിൽ ശരി, അനീഷ എൻ്റെ ചോദ്യങ്ങൾക്ക് ചില ഉത്തരം പറയാം. തീർച്ചയായും. അനീഷ് രാവിലെ എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റാൽ എന്താ ചെയ്യുന്നത്? ഓഫീസിൽ വരുന്നതിന് മുമ്പാണ്. ഓഫീസിൽ വരുന്നതിന് മുമ്പ് അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഷട്ടിൽ കളിക്കാൻ പോകും. അപ്പോൾ ഷട്ടിൽ കളിയൊക്കെ കഴിഞ്ഞൊരു 8 മണിയൊക്കെ ആകും തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ കുട്ടികളെ സ്കൂളിൽ പോകാനെല്ലാം റെഡിയാക്കി, കുളിപ്പിച്ച് റെഡിയാക്കി, അവർക്കുള്ള ആഹാരം തയ്യാറാക്കി, ഞങ്ങൾക്ക് 2 പേർക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫുഡും എല്ലാം തയ്യാറാക്കി വെക്കും. അതാണ് റൂട്ടീൻ. അപ്പം നമ്മൾ വൈകുന്നേരം ഓഫീസ് വിട്ടാൽ നേരെ വീട്ടിലോട്ടാണോ പോകുന്നത്? ഇന്നലത്തെ കാര്യമാണ് സാറേ. ഇന്നലെ നമ്മുടെ ഒരു പഴയ സൂപ്പറായിട്ടൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ഒരുപാട് നാൾ കൂടിയിട്ട് കണ്ടത്. അപ്പോൾ അവനാണ് ഒരു എക്സ് മിലിറ്ററിയാണ്. അപ്പോൾ ചെറിയ ഞങ്ങളെ കൊതിപ്പിക്കാറ്. എനിക്ക് കുറച്ച് കൃഷിപ്പണിയും അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ ഞാൻ പോകും. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ ബുധനാഴ്ച. അത് ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കും. ഓക്കെ, നമ്മൾ ആണുങ്ങൾ ഒക്കെ അങ്ങനെയാണ്. ഓഫീസിന് ശേഷം ഒരുപാട് വിനോദങ്ങൾക്ക് സമയം കണ്ടെത്തും. മറിച്ച് സ്ത്രീകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കും. രാവിലെ ഉറക്കം എഴുന്നേക്കുന്നത് മുതൽ ഓഫീസിലെത്തുന്നവരെ എന്തുമാത്രം പണികളാണ് അവർ വീട്ടിൽ ചെയ്തു തീർക്കുന്നത്. നിന്ന് തിരിയാൻ സമയമില്ലാത്തത്രയും പണികളുണ്ട്. അതുപോലെ തന്നെ ഓഫീസിന് ശേഷവും വീട്ടിൽ ചെന്നിട്ട് ഈ പണികൾ തന്നെ അവർ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷമാണ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നത്. പിന്നെ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ പുരുഷന്മാരുടെ അത്ര ജോലി ചെയ്യുന്നില്ല എന്നൊരു പരാതിക്ക് തന്നെ ഒരു അടിസ്ഥാനമില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തൊട്ട് നോക്കും. ഝാൻസി റാണി
പിന്നെ അയൺ ലേഡി എന്നറിയപ്പെടുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, മദർ തെരേസ, കൽപ്പന ചൗള, അങ്ങനെ എത്രയെത്ര മഹതികളാണ് അവരുടെ സേവന രംഗത്ത്, അവർ വ്യത്യസ്തമായ സേവന രംഗത്ത് എന്തുമാത്രം വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴയുടെ ചരിത്രം എടുത്തു നോക്കും. ഗൗരിയമ്മ, മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ടെസ്സി തോമസ്, ചന്ദ്രശില എന്ന കൊടുമുടി കീഴടക്കിയ അനു ഫിലിപ്പ്, അങ്ങനെ എത്ര മഹതികളാണ് സ്ത്രീ. അവൾ പിന്നെ നമ്മുടെ മുൻ കളക്ടറായിരുന്ന അനുപമ മാഡം, അവർ ഏത് തരത്തിലാണ് പിന്നെ പുറകോട്ട് മാറിയിട്ടുള്ളത്, ഏത് കാര്യത്തിലാണ് അവർ ഇടപെടാതെ ഇരുന്നിട്ടുള്ളത്. നൂറുകണക്കിന് പ്രശ്നങ്ങൾ അവർ പുരുഷന്മാരോടൊപ്പം നിന്ന് ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സ്ത്രീയാണ്. പിന്നെ ജനിച്ച് വീഴുന്ന നിമിഷം മുതൽ നമ്മൾക്ക് കിട്ടുന്ന ആദ്യ സ്പർശത്തിൻ്റെ കരുതൽ, അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അല്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിനെക്കുറിച്ച്. ഒരു സ്ത്രീ നമ്മൾ ഒന്ന് ഉരുണ്ട് വീണാൽ നമ്മൾ ആദ്യം വിളിക്കുന്ന ആരെയാണ്? അച്ഛനെ അല്ലല്ലോ, അമ്മയല്ലേ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുക സ്ത്രീ എന്താ അതിന് പറയേണ്ടത്, ഒരു കരുതലാണ്, സ്നേഹമാണ്, സഹനമാണ്, അതിജീവനമാണ്. എന്നിട്ടും നമ്മൾ സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ശരിയാണ് സാറേ, ശരിയാണ് സാർ, ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? ഈ വെളിച്ചം പകർന്നതിന് നന്ദി സാർ. സാറേ കറക്റ്റ് കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ വനിതാ ദിനത്തിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കാവുന്നത് ഒരു ബിഗ് സല്യൂട്ടാണ്. We salute you sisters.